ശക്തമായ മഴയെ തുടർന്ന് രാജ്യ തലസ്ഥാനത്ത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രളയ മുന്നറിയിപ്പ് നൽകി. ഡൽഹിയിലും നോയിഡയിലും ഗുരുഗ്രാമിലും ഓറഞ്ച് അലർട്ടാണ്. യമുനയിലെ ജലനിരപ്പ് ഇന്ന് വൈകിട്ടോടെ അപകടനിലയ്ക്ക് മുകളിൽ എത്തും. ഹരിയാനയിലെ ഹത്നി കുണ്ഡ് അണക്കെട്ടിൽ നിന്ന് 29,000 ക്യൂസെക്സ് വെള്ളം കൂടി ഒഴുക്കിവിടും എന്നതിനാൽ യമുനയുടെ തീരത്ത് വസിക്കുന്നവർ ജാഗ്രതയിലാണ്. അർജുൻ പീതാംബരനുണ്ട് വിശദവിവരങ്ങളുമായി. അർജുൻ, ഓണക്കാലമായിട്ട് ഡൽഹിയിലൊക്കെ ഇങ്ങനെ പ്രളയഭീതി എന്ന് പറയുമ്പോൾ അതിൽ ചെറിയൊരു ആശങ്കയുണ്ട്. മലയാളികളടക്കമുള്ള ഒരുപാട് മനുഷ്യർ അധിവസിക്കുന്ന നഗരത്തിൽ എന്താണ് സ്ഥിതി? ജാഗ്രതാ നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് നൽകിയിട്ടുള്ളത്? മൂത്തി, ഇന്നെന്തായാലും ഡൽഹിയിൽ ഒരു പ്രളയ മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നുണ്ട് ഡൽഹിയിലും നോയിഡയിലും അതുപോലെ തന്നെ ഗുരുഗ്രാമിലും. ഗാസിയാബാദ്, ഗാസിപൂർ മേഖലകളിലെല്ലാം യെല്ലോ അലേർട്ടാണ് നിൽക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നൊക്കെ നേരെ വിപരീതമായി വലിയ മഴ, അതായത് കേരളത്തിന് സമാനമായിട്ടുള്ള മഴ തന്നെയാണ് ഈ ഒരു മൺസൂൺ കാലത്ത് ഡൽഹിയിൽ ലഭിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഉണ്ടാകാത്തതാണ്. ഇത്തവണ വലിയ തോതിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി തുടങ്ങിയ മഴ അത് അവസാനിച്ചിട്ടില്ല. എന്തായാലും ഇപ്പോൾ മഴയില്ല എന്നുള്ളത് മാത്രമാണ് ആകെ ഒരു ആശ്വാസം. പക്ഷേ കാർമേഘങ്ങളുണ്ട്, ആകാശം മൂടി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. അടുത്ത 3 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ കനത്ത മഴ ഉണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. ഒരിടത്ത് യമുനാ നദിയിൽ പഴയ പാലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ഷാദ്രയിൽ. അവിടെ മാത്രമാണ് ഇപ്പോൾ നദി അപകട നിലയ്ക്ക് മുകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ പാലമാണ് ഇന്ന് വൈകിട്ട് 5 മണിക്ക് അടയ്ക്കാൻ പോകുന്നത്. അതായത് ഗതാഗതത്തിനും ആളുകൾ പ്രവേശിക്കുന്നതിനുമെല്ലാം വിലക്കാണ്. ഇത്തരത്തിൽ യമുനയുടെ നദിയുടെ ജലനിരപ്പ് അത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നത്. ആ പാലത്തിനോട് മുട്ടിക്കൊണ്ടാണ് ഇപ്പോൾ എന്തായാലും ഒഴുകുന്നത്. പഴയ പാലമാണ്. അതുകൊണ്ട് എന്തായാലും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി ആ പാലം അടിക്കും. മറ്റ് ഇടങ്ങളിൽ, അതായത് ഈ ഓൾഡ് റെയിൽവേ ബ്രിഡ്ജ് അടക്കമുള്ള ഭാഗങ്ങളുണ്ട്, അവിടെയെല്ലാം ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ നദി അപകട നിലയ്ക്ക് മുകളിൽ എത്തും എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ അധികാരികളെല്ലാം തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം. മഴ മാറി നിന്നാൽ പോലും ഈ ഹരിയാനയിൽ നിന്ന് ഇങ്ങോട്ട് എത്തുന്ന വെള്ളം, അത് ഹത്നികുണ്ഡ് അണക്കെട്ട് അതിൻ്റെ 18 ഗേറ്റുകളും തുറന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ 29,000 ക്യൂസെക്സ് വെള്ളം ഒഴുകിവിടാൻ പോകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒഴുകിവിട്ട വെള്ളം അതിൻ്റെ തോത് 3,22,000 ക്യൂസെക്സിലധികമാണ്. അതായത് കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് എത്രയോ കൂടുതലാണ് ഇത്തവണ ഡൽഹിയിലേക്ക് എത്തുന്ന വെള്ളം. അവിടെ നിന്നും ഇങ്ങോട്ട് എത്തുന്ന വെള്ളം 32 മുതൽ 48 മണിക്കൂറിനകത്താണ് ഇവിടേക്ക് ഈ നഗരത്തിലേക്കെല്ലാം തന്നെ എത്തുക. മാത്രമല്ല താഴ്ന്ന പ്രദേശങ്ങളിൽ 15,000 പേർ, മാത്രമല്ല പ്രളയബാധിത മേഖലയിൽ നേരിട്ട് ബാധിക്കപ്പെടുന്ന 5,000 പേർ, ഇങ്ങനെ 20,000 പേരാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ജാഗ്രതയിലുള്ളത്. ഇവരെ എല്ലാവരും മാറ്റി പാർപ്പിക്കാൻ വേണ്ടിയിട്ടില്ല. അതായത് താൽക്കാലിക ടെൻറ്റുകൾ പലയിടത്തും റോഡ് സൈഡുകളിലെല്ലാം ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുകയാണ്. അവിടേക്കെല്ലാം തന്നെ സ്ഥിതി വഷളാകുകയാണെങ്കിൽ മാറ്റി പാർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി പോലീസും ജില്ലാ ഭരണകൂടവും എടുക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം.